പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ബാബാമി യൂട്യൂബ് ചാനലിൽ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗ വേദിയിൽ എങ്ങനെ നമുക്ക് സ്വാഗത പ്രസംഗം നടത്താം. നമുക്കിപ്പോൾ ഒരു അവസരം കിട്ടുകയാണ്, പുതിയതായിട്ടൊരാൾക്ക് ഒരവസരം കിട്ടുകയാണ് ഒരു സ്വാഗത പ്രസംഗം ചെയ്യാനോ നടത്താനോ കൊണ്ട് വേണ്ടി വേദിയിൽ പോയിട്ട് എങ്ങനെ അത് നടത്താം, എന്നിട്ട് അവരുടെ സീറ്റിൽ തിരിച്ചു വന്നിരിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് സ്വാഗത പ്രസംഗത്തിന് മുന്നേ. നമ്മൾ സ്വാഗത പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി വേദിയിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നൊരു കടമയല്ല സ്വാഗത പ്രസംഗം എന്ന് പറയുന്നത്. സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ചടങ്ങാണ് സ്വാഗത പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ തയ്യാറെടുപ്പുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രസംഗമായതുകൊണ്ട് ആ വേദിയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ മനസ്സിലൊരു കുറിപ്പോടുകൂടി എന്തൊക്കെയാണ് നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പം ഒരു നല്ല മനസ്സോടുകൂടി ആ സദസ്സിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ. സ്വാഗത പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ. ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും അവരുടെ മുന്നിൽ അത് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്താണോ പ്രസംഗിക്കാനെ കൊണ്ട് പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവരുടെ മുന്നിൽ പറയാൻ പോകുന്നത്, ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതലും സ്വാഗത പ്രസംഗം നടത്തുന്നത് ഏത് പ്രോഗ്രാമിലാണോ ആ പ്രോഗ്രാമിലെ സെക്രട്ടറിയാണ് കൂടുതലായിട്ട് നടത്താറുള്ളത്. അപ്പോൾ അവർക്ക് ആ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യമായൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു സ്വാഗത പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടി ചെല്ലുമ്പോൾ ആ വേദിയിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുടെയൊക്കെ പേരുകൾ പറയുന്നതോടൊപ്പം തന്നെ അവരുടെ ഡീറ്റെയിൽ എന്താണ്, അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി കൂടി പറയുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അധ്യക്ഷൻ്റെ പേര്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ ചെയ്ത കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ചുരുക്കി തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കടമയാണ് എന്ത് കാര്യമാണോ നമ്മളിവിടെ അവതരിപ്പിക്കേണ്ടത്, ഈ പ്രസംഗം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാനെ കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു വ്യക്തത നമ്മുടെ മുന്നിലിരിക്കുന്ന സദസ്സിന് നമ്മൾ കൊടുക്കേണ്ട കടമയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ആ പ്രസംഗത്തിനകത്ത് ചിലപ്പോൾ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പറയണം. എന്താണ് പറയുന്നത്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ട കടമയുണ്ട്. അപ്പം നമ്മൾ ഒരു സ്വാഗത പ്രസംഗമാണ്, ആ സ്വാഗത പ്രസംഗത്തിൻ്റെതായ രീതിയിലും ശൈലിയിലും നമ്മൾ പറയേണ്ട കടമയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സ്വാഗത പ്രസംഗമാണ് ഫസ്റ്റ് പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് പ്രസംഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ പറയേണ്ട വ്യക്തികളുണ്ട്, അതിനൊക്കെ ശേഷം ആശംസാ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പ്രസംഗമാണ് ആദ്യത്തെ പ്രസംഗം. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രസംഗിച്ചിട്ട് മാത്രമേ സ്റ്റേജിൽ തിരിച്ച് നമ്മുടെ സീറ്റിൽ വന്നിരിക്കാവുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അവിടെ പറയേണ്ടത്, ഏത് കാര്യത്തെ പറ്റിയാണ് നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്, ആ കാര്യത്തിൻ്റെ ഒരു നല്ല കുറിപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്വാഗത പ്രസംഗം നടത്താനെ കൊണ്ട് വേണ്ടിയാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പം നമുക്ക് ഈ വന്നിരിക്കുന്നതായ വ്യക്തികളെ അറിയാം, അവരുടെ പേരുകൾ അറിയാം, പക്ഷേ അവരെ എന്താണ്, എങ്ങനെയാണ്, ഇപ്പോൾ എവിടെയാണെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുറിപ്പായിട്ട് എഴുതിയിട്ട് നമ്മൾ പ്രസംഗിക്കാനെ കൊണ്ട് നിൽക്കുന്ന ആ ടേബിളിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറയുവാണെന്നുണ്ടെങ്കിൽ അതിനോടടുത്ത് തന്നെ അവരെന്താണ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ എവിടെയാണ്, ഏത് സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവിടെ പറയാനെ കൊണ്ടുപോകും. അപ്പോൾ അത് സദസ്സിന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ നമുക്ക് അത് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് നല്ലതാണ്.